രാജഗോപാൽ സാർ, നമ്മൾ പൊതുവെ പറയില്ലേ, ഈ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്ന് അതുപോലൊരവസ്ഥയിലാണ് നമ്മുടെ മന്ത്രി വി.എൻ. വാസവൻ എന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ. ആ വള്ളസദ്യയിൽ പങ്കെടുത്ത് ഭഗവാനെ നേദിക്കുന്നതിന് മുൻപ് മന്ത്രി ആ ഭക്ഷണം കഴിച്ചു. മന്ത്രിക്ക് എന്തായിരുന്നു ഇത്ര തിരക്ക് എന്നതാണ് ഒരു ചോദ്യം. എങ്ങനെയായാലും അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങിൽ അദ്ദേഹത്തിന് ആ സദ്യ നൽകുക തന്നെ ചെയ്യും. കേവലം ഒരു ഭക്ഷണം എന്നതിനേക്കാൾ ഉപരി നമുക്കറിയാം ആറന്മുള വള്ളസദ്യ ചരിത്രാതീത കാലം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ പുരാണ അത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടൊക്കെ വളരെ വളരെ ക്ഷേത്ര ആചാരവുമായി ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് കേവലം ഒരു ഭക്ഷണം എന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഭഗവാനെ നേദിക്കുക എന്നതാണ് ആറന്മുള വള്ളസദ്യയുടെ ആത്യന്തികമായ ആചാരക്രിയകളിൽ ഒന്നാമത്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. മന്ത്രിയാണോ ദൈവമാണോ മുന്നിൽ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മാറുന്ന കാഴ്ച കുറച്ചധികം കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്ത്രി നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ വന്ന് ക്ഷമാപണം പറയണം എന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അതിന് തയ്യാറാകുമോ? അതാണ് പരിഹാരക്രിയ എന്ന് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി പറയുമ്പോൾ ഈ വിഷയം എങ്ങനെ അവസാനിക്കാനാണ് സാധ്യത? ഒപ്പം വി.എൻ. വാസവൻ ഇങ്ങനെ നിരന്തരം ചെന്ന് ചാടുന്ന, ആചാരപരമായ വിശ്വാസപരമായി ചെന്ന് ചാടുന്ന ഇത്തരം വിവാദങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ ഒരു കൗതുകരമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ, ഈ ഗ്രഹപ്പിഴക്കാരൊട്ടെ അടിക്കുമ്പോ കല്ലുമഴ പെയ്യുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് പെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ മന്ത്രി വി.എൻ. വാസവന്. എന്തിനു തൊട്ട് കഴിഞ്ഞാൽ ശബരിമലയുമായിട്ട്, പ്രത്യേകിച്ച് അതെന്ത് ദേവസ്വത്തിന്റെ ഭരണം, ദേവസ്വം മന്ത്രി ആയ ശേഷമാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ വന്ന് വീഴുന്നത്. അയ്യപ്പശാപം എന്നൊക്കെ പറയത്തില്ല, എല്ലാ വിശ്വാസികൾ പറയുന്ന അയ്യപ്പശാപം ഒരുപക്ഷെ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരെ 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 പ്രശ്നങ്ങളാണ് വരുന്നത്. അദ്ദേഹം ആറന്മുള വള്ളസദ്യ വളരെ പ്രസിദ്ധമാണ്. ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ സദ്യയാണ്. അത് കഴിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരു മലയാളിയുമില്ല. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 101 വിഭവങ്ങളാണ്. 101 കൂട്ടം വിഭവങ്ങൾ, അതായത് കൂട്ടാനുകൾ, വെജിറ്റേറിയൻ 101 കൂട്ടം വിഭവങ്ങൾ അതിനകത്ത് വിളമ്പും. അങ്ങനെയാണ് സദ്യ നടക്കുന്നത് അവിടെ. വലിയ ആചാരം. ഓരോ പള്ളിയോടങ്ങളുണ്ട്. ആറന്മുള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പള്ളിയോടങ്ങൾ, അതിന്റെ കരക്കാര് തുഴഞ്ഞു വരുന്ന സമയത്ത് ഓരോരുത്തരുടെ വഴിപാടായിട്ട് നടക്കുന്ന സദ്യയുമാണിത്. അങ്ങനെ സമയത്ത് ഓരോ പാട്ടിൽ കൂടാണ് ഈ കരക്കാരൊക്കെ പാട്ട് പാടിയിട്ടാണ് ഓരോ വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവരാവശ്യപ്പെടുന്ന വിഭവങ്ങളെല്ലാം വിളമ്പിയിരിക്കണം. അതിൽ കൂടെ അവരാവശ്യപ്പെടുന്നത് കൊണ്ടുപോകാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ വിളമ്പണം. വിളമ്പിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടാതെ വരികയാണ്. അവർക്ക് ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയേറെ വിശ്വാസപരമായ ഒരു ക്ഷേത്ര ചടങ്ങാണ്, ക്ഷേത്രത്തിൽ ഉള്ള ഒരു സമ്പ്രദായമാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ധാരാളം ആളുകൾ, ഇതിന് വലിയ ബുക്കിംഗ് ആണ്. ഇപ്പോൾ 4-5 മാസം തുടർച്ചയായിട്ട് സദ്യ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആചാരപരമായ ഒരു വെറും നാടൻ സദ്യ പറയുന്ന ഒരു സങ്കല്പത്തിലല്ല തന്നെ നമ്മൾ കാണണ്ട. ഭഗവാനെ നേദിക്കുക, ഭഗവാനെ നേദിച്ച ശേഷം നമ്മൾ കഴിക്കുക, അതാണ് അതിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. യോഗങ്ങൾക്ക് കൊടുത്ത വെറും സദ്യ മാത്രമായിരുന്നില്ല. അന്ന് ഒക്ടോബർ 12-ന്, അന്ന് അഷ്ടമി രോഹിണിയാണ്, ഭഗവാന്റെ ജന്മദിനം കൂടെ, ശ്രീകൃഷ്ണന്റെ ജന്മദിനം കൂടെ ആയതുകൊണ്ട് അന്ന് വലിയ സദ്യയാണ്. അത് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ നീണ്ടു നിൽക്കും. വരുന്നവർക്കെല്ലാം ആഹാരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള വിപുലമായിട്ട് ആളുകൾ പങ്കെടുക്കുന്ന, ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങുമാണിത്. അപ്പൊ ഈ സദ്യയാണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത്. ഈ സദ്യ വിളമ്പിയ കാര്യത്തില് ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നു. അതാണ് തന്ത്രി പറയുന്നത്. തന്ത്രിയാണല്ലോ അത്തരം കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയേണ്ടത്. തന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ സദ്യയുടെ നടത്തിപ്പിലും വിളമ്പിലും ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നു. ആചാര ലംഘനം എന്ന് തന്ത്രി പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ അഷ്ടമി രോഹിണി വള്ളസദ്യ അത് ആദ്യം വിളമ്പുന്നത് നിലവിളക്ക് കത്തിച്ചു വെച്ച ശേഷം ഭഗവാനെ സങ്കല്പിച്ച് ഇലയിൽ വിളമ്പണം. അതിനുശേഷമേ നമ്മൾ കഴിക്കാവൂ, എന്നെങ്കിലും അതിന് പ്രയോജനമുള്ളൂ. അതാണ് വേണ്ടത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വള്ളസദ്യ ഉണ്ട്. ഇപ്പൊ ദേവസ്വം മന്ത്രിയല്ലേ, അപ്പൊ പള്ളിയോട് സേവാ സംഘം അതിന്റെ ഭാരവാഹികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃഷിമന്ത്രി പ്രസാദ് ഉണ്ട്. പിന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാജീവ് എബ്രഹാം ഉണ്ട്. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയക്കാരും പിന്നെ BJP-യുടെ നേതാക്കന്മാരും ഉണ്ട് കേട്ടോ. BJP-യുടെ അവിടുത്തെ ആലപ്പുഴ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരും ഉണ്ട്. എല്ലാവരും ഒന്ന്. അപ്പൊ മന്ത്രി വന്ന ഇതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്ത്, മന്ത്രി വന്നു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 12 മണിയായി, നമുക്കന്ന് സദ്യ വിളമ്പിയേക്കാം എന്ന് ആരോ അങ്ങ് തീരുമാനിച്ചു.
ആരാണ് തീരുമാനിച്ചെന്നറിഞ്ഞുകൂടാ. മന്ത്രി ഇലയിട്ട് ഇരുന്നു, അവർക്ക് ഇലയിട്ടു, നിങ്ങളും വിളമ്പി കഴിഞ്ഞാല് ഗതിയിലെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളില്ലായിരിക്കാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു, ഇങ്ങനെ നിലവിളക്കിന് മുമ്പിൽ ഭഗവാന് വിളമ്പിയില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. നമ്മുടെ മുമ്പിൽ ഇത്രയും വിഭവങ്ങൾ കൂടി സദ്യ വിളമ്പുന്നു, 12 മണി സമയം, നല്ല വിശപ്പാണ്, ആരും ഒന്നും നോക്കത്തില്ല. ഭഗവാന് വിളമ്പിയോ ഭഗവതിക്ക് വിളമ്പിയോ എന്നൊന്നും ആരും നോക്കത്തില്ല. സാധാരണ പോലെ എല്ലാവരും എടുത്തം കഴിച്ചു. അതില് ചോറ് വിളമ്പിയത്, എനിക്ക് തോന്നുന്നു ചോറാണെന്ന് തോന്നുന്നു, നമ്മുടെ കൃഷിമന്ത്രി പ്രസാദാ വിളമ്പുന്നത്. ചോറാണ് ഏറ്റവും വിളമ്പുന്ന പ്രധാനപ്പെട്ട, കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെ വിളമ്പണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ ചോറെന്ന് പറയുന്നത്. ചോറ് വിളമ്പിയത് കൃഷിമന്ത്രിയുമാണ്. എല്ലാവരും മൃഷ്ടാന്നമായിട്ട് കഴിച്ചു, കഴിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ അത് വിവാദമായിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ തന്ത്രി പറഞ്ഞ അങ്ങനെ പറ്റുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതുപോലെ വന്ന് വിളമ്പി കഴിച്ചേച്ച് പോകാവുന്നതല്ല ആറന്മുള വള്ളസദ്യ. ഇതിനകത്തിൽ ഗുരുതരമായ ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഈ വാക്കുകൾ പണ്ട് കേട്ടിട്ടുള്ള ശബരിമലയിലാണല്ലോ യുവതികളെ ശബരിമലയിൽ കടത്തിക്കൊണ്ടുപോയത്. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിന് വിരുദ്ധമായ, അവിടുത്തെ ആചാരത്തിന് വിരുദ്ധമായിട്ട് നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രവൃത്തിയാണത്. ശബരിമലയിൽ അന്ന് ചെയ്തതുപോലെ തന്നെ ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ആറന്മുളയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ചെയ്തതാത്താണ്, ഒരിക്കലും അരുതാത്ത കാര്യമാണ്. ആരാണ് ഇതിനകത്ത് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇപ്പൊ ആരുമില്ലെന്നാണ് പറയുന്നത്. മന്ത്രിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ കൂടെ വന്നവർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികൾ അവരാരും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഈ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയക്കാരും വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണിത്. അവരെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവരങ്ങ് കാണും. വരുന്നവർക്ക് ചിലപ്പോൾ സമ്പ്രദായം അറിയണം നിർബന്ധവുമില്ല. ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും VN വാസവൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അവിടെ പ്രായച്ചിത്തം ചെയ്യണം, ഈ സദ്യക്ക് പ്രായച്ചിത്തം ചെയ്യണം. അതേപോലെ തന്നെ 11 പറയ അരിയുടെ വീണ്ടും ഒരു സദ്യ നടത്തണം. 101 കൂട്ടം വിഭവം വേണമെന്ന് പറയുന്നില്ല, കുറച്ച് വിഭവങ്ങളോടുകൂടി വീണ്ടും ഒരു സദ്യ തന്നെ അവിടെ നടത്തണം. അതാണ് അതിന്റെ പ്രായച്ചിത്തമായിട്ട് പറയുന്നത്. അതേപോലെ സമർപ്പിക്കണം, തൊഴുതുകൊണ്ട് സമർപ്പിക്കണം. തൊഴുത് പ്രാർത്ഥിച്ച് വേണം കേട്ടോ. അല്ലാതെ പഴയതുപോലെ ശബരിമലയിൽ പോയി കൈകെട്ടി നിൽക്കാൻ നോക്കത്തില്ല. അത് നടയ്ക്ക് മുമ്പിൽ തിരുവാതിരപ്പന്റെ നടമ്പിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് മേലിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെയാണ് തന്ത്രിയുടെ വിധി. തന്ത്രിയുടെ വിധി എന്ന് പറഞ്ഞാൽ അവസാന വിധിയാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവസാന വിധി പറയുന്ന ആൾ തന്ത്രി തന്നെയാണ്, ഫൈനൽ വാക്ക് തന്നെയുമാണ്. നമ്മുടെ മന്ത്രിമാർ പോകും, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി പോകും. സംശയമുണ്ട്, അതൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. പോയി നമ്മുടെ ശബരിമലയിലൊക്കെ അവരെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നടക്കി നേരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നടക്കി മുമ്പിൽ കയറി നിൽക്കും, മുമ്പിൽ കയറി നിന്ന് നട തുറക്കുമ്പോൾ മുമ്പിൽ കയറി നിൽക്കും. തൊഴാൻ അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ പുറകെ കൈയും കെട്ടി നിൽക്കും, അല്ലെങ്കിൽ മുന്നിൽ കൈയും കെട്ടി നിൽക്കും. അല്ലാതെ ആ നട തുറക്കുന്ന സമയത്ത് കൈ കൂപ്പുക എന്നൊരു സമ്പ്രദായം ഈ പറയുന്നവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ വാസവൻ ഈ പ്രായച്ചിത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. അതെങ്ങനെ നടക്കും? അത് ചെയ്യാൻ പറ്റുമോ? അവരുടെ സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നമാകും? വീണ്ടും ഒരു ശബരിമല പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഒന്നും പറയാനാകത്തില്ല. കാരണം അവിടെയും വളരെ സെൻസിറ്റീവായ ആളുകളാണ്, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനെ പോലും അത് ബാധിക്കാൻ സാധ്യതയുള്ള വലിയ പ്രശ്നമാണ്. അപ്പൊ എന്താണ് അതിന്റെ പരിഹാരവും നമ്മളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്, ഗ്രഹപ്പഴ സമയമാണെന്ന് തോന്നുന്നു VN വാസവൻ. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പേര് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹം ചെന്ന് ചാടിയിട്ടില്ല. പണ്ട് അദ്ദേഹം പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്ത് 10-25 കൊല്ലം മുമ്പ് കോട്ടയം ജില്ലയിലെ പ്രവർത്തകനും മറ്റു ചെറിയ നേതാവും ഒക്കെ ആയിരുന്ന കാലത്ത് ഒരു സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നിരുന്നു. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു. പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതാണ്, അവകാശമില്ലാതെ അദ്ദേഹം ജാമ്യം നിന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് വലിയ തട്ടിപ്പാണ്. അത് തന്നെയല്ല, കോൺഗ്രസിന്റെ പ്രമുഖനായ MP-യുടെ സഹോദരനും ഉണ്ടായിരുന്നു അത് കേട്ടോ. ഇപ്പൊ ഏതാണ്ട് 40 കോടിയുടെ തട്ടിപ്പാണ്. ആളുകൾക്ക് പണം മുഴുവൻ നഷ്ടപ്പെട്ട ഇളംകുളം സർവീസ് ബാങ്ക് കേസ്. അതിനകത്തിൽ ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ പേരിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാ കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല, പക്ഷെ അതെങ്ങനെയാണ് തുടരുന്നുമില്ലെന്നാണ് തോന്നുന്നത്. ആ കേസ് എങ്ങനെയൊക്കെയോ മാഞ്ഞും തേഞ്ഞും ഇങ്ങനെ നിൽക്കുകയാണ് രാഷ്ട്രീയത്തിൽ. അതല്ലാതെ വാസവൻ പിന്നീട് മന്ത്രിയായ ശേഷമോ അല്ലെ ജില്ലാ സെക്രട്ടറി ആയ ശേഷമോ മറ്റൊരു പേരുദോഷത്തിൽ അദ്ദേഹം വന്നിട്ടില്ല. പക്ഷെ ശബരിമലയിൽ തൊട്ടതുകൊണ്ട് പ്രശ്നമായിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദേവസ്വം മന്ത്രിയായ ശേഷമാണ് അദ്ദേഹത്തിന് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അയ്യപ്പ സംഗമം നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണല്ലോ. നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, നേരെ തിരിച്ചടിക്കുകയും ചെയ്തു. NSS, SNDP
നേതാക്കന്മാരെ അവർ രണ്ട് തരത്തിലാണ്. NSS ജനറൽ സെക്രട്ടറിയെ, പിന്നെ SNDPO ജനറൽ സെക്രട്ടറി ഇപ്പൊ കൂടെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. പക്ഷെ NSS എന്ത് ചെയ്യും? NSSന്റെ നിലപാട് എന്താണ്? NSS നേതാവ് മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? അവരുടെ അണികളിൽ തന്നെ വലിയ പ്രശ്നങ്ങളായിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളത് മറ്റൊരു പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ അന്ന് വിദേശത്തു നിന്ന് വന്ന 3000-ത്തിലധികം അതിഥികളുണ്ടെന്നാണ്, അവരടക്കം 3000-ത്തിലും അതിഥികൾ. ഇവരെ കുമരകത്തെ പിന്നെ പഞ്ചനക്ഷത്ര 4 സ്റ്റാർ, അവിടെ 5 സ്റ്റാറും വരെ ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിച്ചതിന്റെ ബില്ലുകളൊക്കെ സർക്കാരാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്നേ കോടതിയിൽ കേസ് വന്നപ്പോൾ തന്നെ സർക്കാരിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, കോടതി കൃത്യമായിട്ട് നിർദ്ദേശിച്ചിരുന്നു, ഇതിന് ഒറ്റ പൈസ പോലും ദേവസ്വം അക്കൗണ്ടോ മറ്റേ അക്കൗണ്ടിൽ നിന്നോ പോകരുതെന്ന്. അന്ന് പറഞ്ഞത് ഞങ്ങളിതിപ്പോ കടം കൊടുക്കും, പിരിഞ്ഞ് തിരിച്ചു മേടിക്കും എന്നാ പറഞ്ഞത്. പക്ഷേ ഹോട്ടലുകാർക്ക് ബില്ല് കൊടുക്കാതിരിക്കാനൊക്കത്തില്ല. ഇപ്പൊ സർക്കാർ ഫണ്ടിൽ നിന്നോ ദേവസ്വം ഫണ്ടിൽ നിന്നോ ഒക്കെ എടുത്ത് അതിന്റെ ബില്ലടച്ചിരിക്കുകയാണ്, തിരിച്ചു കൊടുക്കുമെന്നാണ്. അതും മറ്റൊരു വിവാദമായിട്ട് വരികയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവും, ശബരിമലയിൽ നിന്ന് സ്വർണം കിലോ കണക്കിന് സ്വർണ്ണം അടിവാദവും, അതിനകത്തിലൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്തം ശ്രീ BN വാസവന് തന്നെയാണ്. അദ്ദേഹത്തിന് സമാധാനം പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ, ദേവസ്വം മന്ത്രിയുമാണ്. അതിന്റെ പുറത്താണ് കൂനിന്മേൽ കുരു പോലാണ് ഇപ്പോഴത്തെ ആറന്മുളയിൽ നിന്ന് അടുത്ത വിവാദം വന്നിരിക്കുന്നത്, ആചാര ലംഘനം നടന്നിരിക്കുന്നത്. അത് പിന്നെ മറ്റൊരു തരത്തിൽ മാപ്പ് പറഞ്ഞു ഒന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. നടയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്ന് തൊഴുകൈ മാപ്പ് പറയാൻ, തൊഴുകൈയോടെ മാപ്പ് പറഞ്ഞെങ്കിലേ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കൂ. എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹത്തിനുള്ള ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് SNDPO ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിന്റെ രക്ഷകനായിട്ട് ഇത്തരം കാര്യങ്ങളിലും മിക്കവാറും 1-2 ദിവസത്തേക്ക് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും അദ്ദേഹം ചിലപ്പോൾ പറയുമായിരിക്കും, ഈഴവനായതുകൊണ്ട് അല്ലെ, അതുകൊണ്ടാണ് വാസവനെ ആക്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വരുമായിരിക്കും. എന്തായാലും ഇനി ആറന്മുളയപ്പനോ അല്ലെങ്കിൽ SNDPO ജനറൽ സെക്രട്ടറിയോ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. യെസ്, എന്തായാലും ഈ രീതിയിൽ തന്ത്രി പറഞ്ഞത് പ്രകാരം മാപ്പ് പറയാൻ VN വാസവൻ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ് പരിഹാരക്രിയ എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഈ അഷ്ടമി രോഹിണി വള്ളസദ്യക്ക് ഭഗവാന്റെ മുന്നിൽ ഇലയിട്ട് ഭഗവാന് സദ്യ വിളമ്പുന്നു എന്നതാണ് ഈ ഒരു ചടങ്ങിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം എന്ന് പറയുന്നത്. അതിന് പകരം മന്ത്രിക്ക് ആദ്യം ഇലയിട്ട് ഭക്ഷണം വിളമ്പി അതിനുശേഷമാണ് പലരും ഇക്കാര്യം ആലോചിക്കുന്നത് പോലും. അത് നമ്മളൊക്കെ അവിടെ തൊഴാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ ആ അമ്പലം അറിയാം, അല്ലെങ്കിൽ മന്ത്രിയെ ഏൽപ്പിച്ചത് ആ ചടങ്ങിന് ചെല്ലുക, ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് ആ ചടങ്ങിന് ചെല്ലുക എന്നുള്ളതാണ്. പക്ഷെ ഈ തന്ത്രിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഭഗവാന് ഇത്തരത്തിൽ നേർച്ചകളും നേദ്യങ്ങളും ഒക്കെ നൽകുന്ന ശ്രീകോവിലിൽ കയറാൻ അധികാരപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ചടങ്ങുകളും ആചാരങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അവരതിനാണ് വില കൽപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്താണ് ഇതുപോലെയുള്ള തന്ത്രികളൊക്കെ ഇത്തരത്തിൽ പ്രശ്നവുമായി മുന്നോട്ട് വരുന്നത്. അതിനെ വർഗീയവൽക്കരിക്കാനും അല്ലെങ്കിൽ അതൊരു ഹിന്ദുത്വ അജണ്ടയാണ് എന്ന രീതിയിൽ പറയാനും ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും ഖേദകരമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ.